Once again, welcome to my video blog, AjayTechTips. I am Ajay. You are welcome to the I am YouTubers. YouTubers in this carrion cheta, the thumbnail content, this carrion cheta, the AdSense cut to then adina porome, the channel terminate our chance. But then the carrion, Meda carrion, Adit and the channel and the subscribe here, like here, comment here, maximum share pin a bell icon, Amartha, market. I video to go. എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഒറ്റ ലക്ഷ്യം, മോണിറ്റൈസേഷൻ. മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ദുട്ട്. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ചെയ്തു പോകും. ഒരു വട്ടം നിങ്ങളുടെ ചാനലിൻ്റെ ആഡ്സെൻസ് ഡിസേബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ചാനലിൽ ഒരിക്കലും ഏർണിങ്സ് കിട്ടില്ല, ആഡ്സെൻസ് എനേബിൾ ആവില്ല. അപ്പോൾ അതിന് എന്താ കാരണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണാം, സ്കിപ്പ് ചെയ്യരുത്. കാരണം പല ആൾക്കാരും യൂട്യൂബിൽ നമ്മുടെ വ്യൂസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഫ്രണ്ട്സിനെ കൊണ്ട് വീഡിയോ കാണിക്കും, സ്വന്തം ഫോൺ തന്നെ പ്ലേ ചെയ്യും. അത് സ്വന്തം ഫോണിൽ പ്ലേ ചെയ്യണത് അത് ഇഷ്യൂ ആണ്. ഫ്രണ്ട്സിനെ കൊണ്ട് അവരെ ഫോണിൽ അവരെ നെറ്റിൽ കാണാൻ വെച്ചാൽ ഒരു ഇഷ്യൂ ഇല്ല. നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ കാണണം, അല്ലേ? നമ്മുടെ വീഡിയോ കാണാത്ത ഫ്രണ്ട്സൊക്കെ എന്ത് ഫ്രണ്ട്സ്, എന്തുവാടേ? എനിക്ക് 5000 ഫ്രണ്ട്സ് ഫേസ്ബുക്കിലുണ്ട്. അതിൽ ഉള്ള ഒരു 500 പേരെങ്കിലും എൻ്റെ വീഡിയോ കണ്ടാൽ ഞാനൊക്കെ ഇന്ന് നല്ല ഏർണിങ്സ് എത്തും. സത്യമല്ല, നമുക്ക് ഫേസ്ബുക്കിൽ എനിക്ക് 4 സംതിങ് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ എന്താ ആരും കാണില്ല. അപ്പൊ അത് കാണാൻ വേണ്ടി എല്ലാവരോടും പറയാ, ഷെയർ ചെയ്യുക, മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. അല്ലാണ്ട് നമ്മൾ ഈ ടാസ്ക് ചെയ്യാം. ടാസ്ക് എന്ന് പറയാൻ വെച്ചാൽ എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണും, നിങ്ങളുടെ വീഡിയോസ് ഞാൻ കാണും, അതും ഒരു കുഴപ്പമില്ല, അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യുകയാണെങ്കിൽ. പക്ഷെ ഇവിടെ വരുന്നത് VPN ടാസ്ക് ആണ്. VPN ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലിരുന്ന് നമ്മൾ വീഡിയോ കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണിപ്പാടും. ഒന്നുമില്ല, സന്തോഷ് പണ്ഡിറ്റൊക്കെ പറയണില്ല, പണിപ്പാടും. കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എവിടെ പോണെന്ന് വരെ ആരറിയുന്നുണ്ട്? ഗൂഗിൾ അറിയുന്നുണ്ട്. അപ്പൊ നമ്മൾ VPN യൂസ് ചെയ്തിട്ട് അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് എൻ്റെ ഇവിടെയുള്ള വീഡിയോ കാണുന്നത് അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. കാരണം എന്താ, ഫോണിന്റെ ലൊക്കേഷനും കാര്യങ്ങളും, ഇതിന് മുമ്പ് എവിടെ നിന്നിരുന്നു എന്നും ഇപ്പൊ എവിടെയാ നിൽക്കണമെന്നും പിന്നെ എങ്ങോട്ടാ പോണെന്ന് വരെ ആ ഒരു ഐഡിയന്റെ അറിയാൻ പറ്റും. കാരണം എന്താണ്, ഗൂഗിളിന് എല്ലാം അറിയാം. കാരണം ഗൂഗിൾ മാപ്സ് എനേബിൾ ഉള്ള ഫോണിലൊക്കെ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ പിന്നെ അത് സിങ്ക് ചെയ്യുമ്പോൾ അത് എവിടെയാണെന്ന് മനസ്സിലാവും. അപ്പൊ അങ്ങനെ ഇപ്പൊ ഈ അടുത്ത് ഈ കുറെ പേരുടെ ആഡ്സെൻസ് കട്ടായിപ്പോയി. അവരുടെ പേരൊന്നും ഞാൻ പറയേണ്ട, മേലെ എനിക്ക് കിട്ടിയിട്ടത്, പിന്നെ അവരെ പെർമിഷൻ ഇല്ലാണ്ട് നമുക്കത് കാണിക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആഡ്സെൻസ് ഡിസേബിൾ ചെയ്തു, കാരണം നിങ്ങൾ VPN യൂസ് ചെയ്തിട്ടാണ് കണ്ടത്. അപ്പൊ ഈ VPN യൂസ് ചെയ്ത് കാണുമ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ്റെ IP ആയിരിക്കും നമ്മൾ ഇവിടെ ഇപ്പൊ കേരളത്തിൽ കോഴിക്കോട്, പാലക്കാട്, എറണാകുളം, കണ്ണൂർ അവിടെ ഇരുന്നിട്ട് കാണുമ്പോഴും കിട്ടുക. ഫസ്റ്റ് കാണുമ്പോൾ എന്താ, അമേരിക്കത്തെ വ്യൂ ആണ്, അതിന്റെ ഡോളർ കയറും. ഇതൊരു യൂട്യൂബിനെ ചതിക്കുന്ന രീതിയാണ്. കാരണം എന്താണ്, അമേരിക്കയിലുള്ള ആൾക്കാർ കാണേണ്ട അഡ്വർടൈസ്മെന്റ് ഇന്ത്യയിൽ വന്നുകൊണ്ട് ഒരു കാര്യമില്ല, നമുക്ക് ആ പ്രൊഡക്ട്സ് കിട്ടാനും പറ്റില്ല, യൂസ് ചെയ്യാനും പറ്റില്ല. അപ്പൊ അത് യൂട്യൂബിന് അതിന്റെ സെയിലും കാര്യങ്ങളും, പിന്നെ അതേപോലെ തന്നെ ആഡിൽ വരുന്ന ലിങ്ക് നമുക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ക്ലിക്ക് ചെയ്യും. അവിടെ എന്ത് ചെയ്യും, ഓവർ ക്ലിക്ക് വന്നു കഴിഞ്ഞാൽ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ആഡ്സെൻസ് കട്ടാവും, പിന്നെ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല. പിന്നെ വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ് യൂട്യൂബേഴ്സിന്, നമ്മുടെ വരുന്ന എല്ലാ പരസ്യം ഫ്രണ്ട്സിനോട് ഫുള്ള് കാണാൻ പറയാം. ഒരിക്കലും പാടില്ല. സ്കിപ്പബിൾ ആഡ്സ് സ്കിപ്പ് ചെയ്തിട്ട് തന്നെ കാണണം. അല്ലാണ്ട് ആഡ് ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ എന്താ, നമ്മളൊന്നും ചെയ്യുന്നില്ല. കാരണം നമ്മൾ കോമൺ പീപ്പിൾ എന്താ ചെയ്യണമെന്ന് നോക്കിയിട്ടാണ് യൂട്യൂബ് അതിന് വിലയിരുത്തുക. ഒരു കാരണവശാലും നമ്മുടെ ആഡൊക്കെ ഫ്രണ്ട്സ് കാണാൻ വെച്ചാൽ ഫുള്ള് കാണണ്ട, നിങ്ങൾ സ്കിപ്പ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ കാണാം. അപ്പം ഈ അടുത്ത് Realme 7 ഒക്കെ വരുമ്പോൾ സുജിത് ഭക്തന്റെ വീഡിയോയിലൊക്കെ വരും. അപ്പം എനിക്ക് ഫോണിനോട് ക്രേസ് ഉള്ള, അല്ലെങ്കിൽ മൂവീന്റെ ട്രെയിലേഴ്സ് ഒക്കെ വരുമ്പോൾ അത് കാണാനുണ്ടാകുമ്പോൾ അഡ്വർടൈസ്മെന്റ് നമ്മൾ കാണും. അല്ലാണ്ട് അതന്നെ പിന്നെ അടുത്ത വീഡിയോയിൽ വരുമ്പോൾ അതും നമ്മൾ കാണാം, നമ്മുടെ ID തന്നെ കാണാം. അത് കഴിഞ്ഞിട്ടുള്ളത് അതും കാണാൻ പറയുമ്പോൾ യൂട്യൂബിന് മനസ്സിലാവും ഇത് തട്ടിപ്പാണെന്ന്. കാരണം യൂട്യൂബ് എപ്പോഴും അവരുടെ കസ്റ്റമേഴ്സിനോടും ലോയൽ ആയിരിക്കും. കാരണം നമ്മളും പല പരസ്യങ്ങൾ യൂട്യൂബിൽ പരസ്യം ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആളുടെ അടുത്ത് എത്തിയില്ലെങ്കിൽ എന്താ, നമുക്കും നഷ്ടമല്ലേ? അതേപോലെ തന്നെയാണ് യൂട്യൂബിന് അമേരിക്കയിൽ പ്ലേ ചെയ്യേണ്ട ആഡ് നമ്മുടെ ഇവിടെ കേരളത്തിൽ പ്ലേ ചെയ്യുമ്പം അത് ഇഷ്യൂ ആണ്. അത് അവർ അമേരിക്ക മാത്രമല്ല, കുവൈറ്റും യൂറോപ്യൻ കൺട്രീസ് ആ IP ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവര് ടാസ്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ആരെങ്കിലും നിങ്ങളോട് അങ്ങനെ ഒരു ടാസ്ക് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങളുടെ ചാനൽ സേഫ് ആക്കുക. കാരണം അതിമോഹം ചക്രം ചവിട്ടും. ഒരു നാള് നിങ്ങളുടെ വീഡിയോ വൈറലാവും. ആ വൈറലിൽ കൂടെ എന്ത് ചെയ്യാം,
നിങ്ങൾക്ക് വീഡിയോ ഹിറ്റ് ആവാം. അതുവരെ കാത്തിക്കാം, ഏണിങ്സ് കിട്ടാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത് നമ്മളോട് ടാസ്ക് ചെയ്യുന്ന ഒരു ലേഡി പറഞ്ഞതാണ്, അവരെ വീഡിയോയിൽ ഒരു മിസ്റ്റേക്ക് കണ്ടപ്പോൾ ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു. ഞാൻ എല്ലാ വീഡിയോസും കാണുന്നതൊക്കെ കാണാറുണ്ട്. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചാല് പറഞ്ഞു, അയ്യോ അതൊക്കെ ആര് കാണാനാ എൻ്റെ വീഡിയോ, നമ്മൾ ടാസ്ക് ചെയ്തിട്ടാണ്. അവർക്ക് വെച്ചാൽ 500-1000 വ്യൂ ഉണ്ട് ഓരോ വീഡിയോയ്ക്ക്. അതൊക്കെ നമ്മൾ ടാസ്ക് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്, അപ്പൊ ആരും കാണില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. വലിയ മിസ്റ്റേക്ക് തന്നെയാണ് വീഡിയോയിൽ അവർ പറഞ്ഞത്, ബ്ലൂപ്പർ തന്നെയാണ്, അത് അവർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് തന്നെ അറിയാം അവരുടെ വീഡിയോ ആരും കാണില്ല. ഒരിക്കലും പാടില്ല. നമ്മൾ നമ്മുടെ വീഡിയോ ക്വാളിറ്റി കീപ്പപ്പ് ചെയ്യുക. ഞാൻ ഇന്നിപ്പോൾ എൻ്റെ വേറെ റൂമിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ നോക്കി, ഞാൻ അത് വെച്ചിട്ട് പറയല്ല. അപ്പൊ അത് കുറച്ച് ഓപ്പൺ എയർ ആണ്. അപ്പൊ അവിടെ കുറെ പുറത്തുനിന്നുള്ള നോയ്സ് കലപില സൗണ്ട് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് അവിടെ നിന്ന് വേണ്ട, നമ്മുടെ സ്ഥിരം ലൊക്കേഷൻ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു. അതിന്റെ ഒരു കലിപ്പിലാണ് മോളിൽ ഇരിക്കുന്നത്. അവിടെ നിന്ന് കുറെ ഷൂട്ട് ചെയ്തു. ആ സാധനം ഫുള്ള് അവിടെയാണുള്ള ക്യാമറ ഡീൽ ചെയ്യുന്നത്, ഫുള്ള് ഇങ്ങോട്ടേക്ക് കൊണ്ടുവയ്ക്കേണ്ടാവുന്നത്. അപ്പൊ അതിന്റെ ഒരു കലിപ്പിലാണ് ആളിരിക്കുന്നത്. പക്ഷെ എന്താ, നമ്മളെപ്പോഴും നമ്മുടെ വീഡിയോ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ വീഡിയോ ഒരാളായിരിക്കും കാണണ്ടാവുക, ആ ഒരാൾക്ക് ഷെയർ ചെയ്യാൻ തോന്നി മറ്റ് പല പേരിലേക്ക് എത്തണം. അതാണ് നമ്മുടെ വിജയം. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക. ഒരു കാരണവശാലും ടാസ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. എൻ്റെ ഫ്രണ്ട് എൻ്റെ വീഡിയോ വന്നു, അവരെ വീഡിയോ ഞാനും കാണണം, അത് ഓക്കെ, വലിയ ഇഷ്യൂ ഇല്ല. പക്ഷെ ഒരു കാരണവശാലും നിങ്ങൾ ടാസ്ക് ചെയ്യരുത്. അത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നാളെ കാണാം. ഗുഡ് ബൈ ആൻഡ് സ്റ്റേ സേഫ്.